ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ഓണപ്പരീക്ഷയും കഴിഞ്ഞു, ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞു, പരീക്ഷാ പേപ്പറൊക്കെ കിട്ടി, നമുക്ക് എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ടായി അല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളൊപ്പം നിന്ന് പഠിച്ച എല്ലാവർക്കൊക്കെ എന്താണ് നല്ല മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതിൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോണേണ്? അവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയല്ല, അത്രയും നാൾ പഠിച്ചത് എന്ത് ചെയ്യാൻ പോണേണ്? ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ പോണേണ് അല്ലേ? അപ്പോൾ നമ്മൾ വീണ്ടും ഹിസ്റ്ററി പഠിക്കാൻ പോവുകയാണ്. ഹിസ്റ്ററിയിലെ 5ാമത്തെ ചാപ്റ്ററായ കൾച്ചർ ആൻഡ് നാഷണാലിസം അഥവാ സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോണത്? പഠിക്കാനായിട്ട് പോണത് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ 4 ചാപ്റ്റർ പഠിച്ചു. ആദ്യത്തെ 2 ചാപ്റ്റർ വേൾഡ് ഹിസ്റ്ററി പഠിച്ചു, പിന്നെ 3ാമത്തെ ചാപ്റ്ററായ പൊളിറ്റിക്സ് പഠിച്ചു, 4ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് കയറി അല്ലേ? ആ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കണ്ടിന്യൂഷൻ ആണ് ഈ 5ാമത്തെ ചാപ്റ്ററിലും പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് എങ്ങനെയാണ് കൾച്ചർ, സംസ്കാരം, ദേശീയത വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൽ ചോദിക്കാൻ പോകുന്ന വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അധികം നമുക്ക് അങ്ങനെ പറഞ്ഞ സമയം കളയാനില്ല. ഓൾറെഡി നിങ്ങളിത് സ്കൂളിൽ കേട്ടതാണ്, നിങ്ങൾ ഇതുപോലെ തന്നെ ഇതൊക്കെ എടുത്തപ്പോൾ നിങ്ങൾ കേട്ട് പഠിച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മളോട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിലേക്ക് അങ്ങോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ വളരെ സെറ്റായി അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. അപ്പോൾ റെഡി അല്ലേടാ? അപ്പോൾ നമുക്ക് വേഗം തുടങ്ങിയാലോ? നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ദേശീയത, നാഷണലിസം എന്താണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ദേശീയത എന്താണ്, നാഷണാലിസം എന്താണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അല്ലേ? അതെല്ലാവർക്കും അറിയാവുന്നതാണ്. നാഷണാലിസം ഈസ് ദി സെൻസ് ഓഫ് യൂണിറ്റി എമംഗ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ ആൻഡ് റീജിയൻ. മലയാളത്തിൽ എന്ത് പറയും? ജാതി മത പ്രാദേശിക വ്യത്യാസ ഭേദമന്യേ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിലെ മാനസിക ഐക്യമാണ് എന്ത്? ദേശീയത. ഓക്കെ, അതൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലും പഠിച്ചിട്ടുണ്ട്. 5ാമത്തെ ചാപ്റ്ററിന്റെ തുടക്കത്തിലും അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു പെട്ടി തന്നിട്ടുണ്ടാവും, ഒരു വയലറ്റ് കളർ ബോക്സ് തന്നിട്ടുണ്ടാവും. അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. 19ാം നൂറ്റാണ്ടിൽ 19th സെഞ്ച്വറിയിൽ ഇന്ത്യയിൽ നടന്ന സമരങ്ങളെ പ്രധാനമായിട്ടും 2ആയി ക്ലാസിഫൈ ചെയ്യുക. അത് ഏതെല്ലാമാണെന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ഒരുപാട് സമരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? 19ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പലതരത്തിൽ പല ആളുകളും പല പ്രദേശങ്ങളിലും ഇന്ത്യയുടെ എന്ത് ചെയ്തിട്ടുണ്ട്? സമരങ്ങൾ നടന്നിട്ടുണ്ട്. ആ സമരങ്ങൾ, ആ പ്രതിഷേധങ്ങളെ, ആ പ്രക്ഷോഭങ്ങളെ നമുക്ക് എന്താക്കി തിരിക്കാം? 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, 2ആയിട്ട് വേർതിരിച്ചെടുക്കുക. അത് ഏതെല്ലാമാണെന്ന് ചോദിക്കും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്. ഒന്ന്, പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി ഇനീക്വാലിറ്റി, വയലേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ഈവിൽസ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. എന്താ? ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കും അവകാശ നിഷേധങ്ങൾക്കും അതുപോലെ തന്നെ സാമൂഹിക തിന്മകൾക്കും എതിരായിട്ടുള്ള പോരാട്ടം. അപ്പോൾ ഒന്നെന്താണ്? ഇന്ത്യയിൽ നടന്ന സമരങ്ങൾ ഒരു ടൈപ്പ് എന്ത് സമരങ്ങളായിരുന്നു? ഇന്ത്യയിൽ തന്നെയുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടാണ്. ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കാനായിരുന്നു എന്ത് നടന്നത്? ഒരു ടൈപ്പ് സമരം നടന്നത്. മറ്റൊരു ടൈപ്പ് എന്തായിരുന്നു? നോക്കിയടാ, മറ്റൊരു ടൈപ്പ് എന്തായിരുന്നു? ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ അല്ലെങ്കിൽ സാമ്രാജ്യത്വ ചൂഷണങ്ങൾക്കെതിരെ, അതായത് ഇന്ത്യയിൽ ശക്തി ആർജിച്ചു വന്നിരുന്ന, ഇന്ത്യയിൽ ചൂഷണം വളരെ ശക്തമായി മുന്നോട്ടേക്ക് കൊണ്ടുവരുന്ന ഇംപീരിയലിസ്റ്റിക് പവേഴ്സിനെതിരെ അഥവാ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭം. സ്വാതന്ത്ര്യ സമരം നമുക്ക് ചുരുക്കി പറയാം. അപ്പോൾ 2 തരം സമരങ്ങൾ നടന്നു. ഒന്ന് ഇന്ത്യയിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും തിന്മകൾക്കും എതിരായിട്ടാണെങ്കിൽ മറ്റൊന്നെന്തായിരുന്നു? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരായിരുന്നു. ഈ 2 ടൈപ്പ് സമരങ്ങളാണ് 19ാം നൂറ്റാണ്ട് മറക്കരുത്. 19th സെഞ്ച്വറി, 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇത് പഠിക്കണം. ഇതൊരു 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം സ്കിപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാന്ന് പറഞ്ഞാൽ നമുക്കത് അസാധ്യമാണ്. എന്താണ്? അസാധ്യമാണ്. അങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്? മുന്നോട്ടേക്ക് പോകാനായിട്ട് പാടില്ല. സെറ്റ് അല്ലേടാ പിള്ളേരെ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലൊരു ബോക്സ് ആണ്. അപ്പോൾ ഈ ബോക്സിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ കൂടുതൽ ശക്തിയോടെ ചൂഷണം ചെയ്യാനും ഇന്ത്യയിൽ വേരുറപ്പിക്കാനും ഇന്ത്യയെ പറ്റി അറിയണം എന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു അല്ലേ? ഇന്ത്യയെ പറ്റി അറിഞ്ഞാൽ മാത്രമേ ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് അവരെ ഇന്ത്യയെ ചൂഷണം ചെയ്ത് ഭരിക്കാൻ പറ്റുള്ളൂ എന്ന് ആർക്കറിയാമായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു. പക്ഷേ അതിനുവേണ്ടി എന്താ അവർ ചെയ്തത്? ഇന്ത്യയെ പറ്റി അറിയാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ചിരുന്ന ഒരു മാർഗം എന്തായിരുന്നടാ?
അത് പുസ്തകങ്ങളിലൂടെ ഇന്ത്യയെ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതും ബ്രിട്ടീഷുകാർക്ക് അറിയായിരുന്നു, പുസ്തകങ്ങളിലൂടെ വായിച്ചത് കൊണ്ട് മാത്രം ഇന്ത്യയെ പറ്റി കൂടുതലായിട്ട് അറിയാൻ കഴിയില്ല എന്ന് നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു അല്ലെ. അപ്പോ അവർ ഇന്ത്യയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തിൽ, ഇന്ത്യയുടെ സോഷ്യൽ ലൈഫിൽ ഇടപെടണമെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ ഭാഗമായിട്ടാണ് അവർ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഇടപെടാൻ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട മാർഗമായിരുന്നു എന്ത്, ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാം. ഇന്ത്യയിലുള്ള വിദ്യാഭ്യാസ മേഖല, എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ഇടപെടാന്നുള്ളത് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അങ്ങനെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ ഇന്ത്യയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. അതിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതും ആ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതാണെന്നുമാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കിയാടാ, ഒന്നാമത്തതാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. അത് സ്ഥാപിച്ചത് ആരാ, വില്യം ജോൺസ്. രണ്ടാമത്തത് കൽക്കട്ട മദ്രസ. ഈ കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. മൂന്നാമത്തതാണ് ബനാറസ് സംസ്കൃത കോളേജ്, ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ്. അത് സ്ഥാപിച്ചത് ജൊനാഥൻ ഡങ്കൻ. അപ്പോൾ ഇതൊരു മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ വൺ വേർഡ് ആയിട്ടോ ചോദിച്ചേക്കാം. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല. വളരെ സിമ്പിൾ ആണ്. 3 പേര്: ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, വില്യം ജോൺസ്; കൽക്കട്ട മദ്രസ, വാറൻ ഹേസ്റ്റിങ്സ്; ബനാറസ് സംസ്കൃത കോളേജ്, ജൊനാഥൻ ഡങ്കൻ. ഇതിങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല. കാരണം വൺ വേർഡുകൾ അവിടെ നിന്ന് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നോക്കാം. അത് കഴിഞ്ഞുള്ള പേജിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മൊക്കാളെ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കണമെന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഒരു തവണ കുട്ടികളെ കുഴപ്പിക്കാനായിട്ടൊരു ചോദ്യം നടന്നു വന്നു. അപ്പോൾ ആ ചോദ്യം എന്താണെന്ന് നമുക്ക് പഠിക്കണ്ടേ? ആ ചോദ്യമാണ് ഈ ചോദ്യം. ഓക്കെ, അതെന്താണെന്ന് നോക്കിയാടാ. എന്താ? English education was introduced in India to prepare a generation that favor English lifestyle. This has created a different effect among Indians substantially. എന്താ? ഇംഗ്ലീഷുകാരുടെ ജീവിത രീതികളോട് താല്പര്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടത്. എന്നാൽ ഇത് ഇന്ത്യൻ ജനതയിലുണ്ടാക്കിയ മാറ്റം മറ്റൊരു തരത്തിലായിരുന്നു, സമർത്ഥിക്കുക. അതായിരുന്നു നമ്മുടെ ചോദ്യം. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. മൊക്കാളെ പ്രഭു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇംഗ്ലീഷുകാരുടെ ജീവിത രീതിയോട് താല്പര്യമുള്ള ഒരു ഇന്ത്യൻ തലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യയിൽ എന്ത് തുടങ്ങിയത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയത്. അപ്പോൾ ഇന്ത്യയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങിയത് ഇന്ത്യക്കാരോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് എന്താണ്, ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഓക്കെ, പക്ഷേ ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ച ആ ലക്ഷ്യം അത്തരത്തിലല്ല ഇന്ത്യയിൽ സ്വാധീനിച്ചത്. അത് മറ്റൊരു തരത്തിലായിരുന്നു, അത് വേറൊരു രീതിയിലായിരുന്നു. അതെന്തെല്ലാമാണെന്നാണ് ചോദ്യം, അതെങ്ങനെയാണെന്നാണ് ചോദ്യം. ഓക്കെ, നോക്കിയേ. English educated Indians who internalized the concepts like democracy, liberty, rationalism, equality, scientific temper, socialism, civil rights, etc. എന്താ? ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം, അതുപോലെ തന്നെ അവകാശങ്ങൾ, അവരുടെ ശാസ്ത്രീയ ചിന്ത, ഈ പറഞ്ഞ എല്ലാ മേഖലയെ പറ്റി പഠിച്ചിറങ്ങാൻ തുടങ്ങി. ഓക്കെ, വിദ്യാഭ്യാസം നേടിയ ജനങ്ങൾ സ്വാഭാവികമായിട്ടും പല മേഖലകളെ കുറിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, പഠിക്കാനും ആ മേഖലകളിൽ അറിവ് കരസ്ഥമാക്കാനും തുടങ്ങി. അങ്ങനെ they ventured to reform the social customs and rituals. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? സമൂഹത്തിലെ അനാചാരങ്ങളെയും സമൂഹത്തിലെ വിശ്വാസങ്ങളെയും ഉടച്ചു വാർക്കാൻ തുടങ്ങി. thereby to defend the invasion of English culture. അതുവഴി ഇംഗ്ലീഷ് കൾച്ചർ, ഇംഗ്ലീഷ് സംസ്കാരത്തിന് കടന്നുകയറ്റം തടയാനും അവർ ശ്രമിച്ചു. ഓക്കെ, അപ്പോൾ അവരൊരുപാട് മേഖലകളിൽ വിദ്യാഭ്യാസം നേടി വിദ്യാസമ്പന്നരായ ജനങ്ങൾ ജനാധിപത്യം എന്താണെന്നും സോഷ്യലിസം എന്താണെന്നും ശാസ്ത്രീയ ചിന്ത എന്താണെന്നും അതുപോലെ തന്നെ അവകാശങ്ങൾ എന്താണെന്നും അവരുടെ സ്വാതന്ത്ര്യം എന്താണെന്നും ഒക്കെ വ്യക്തമായി പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തലമുറ ഈ അസമത്വങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാട്ടം നടത്താൻ തുടങ്ങി. ആ പോരാട്ടത്തിനൊടുവിൽ അവർ സക്സസ് ആവുകയും അതുവഴി അവർ ഇംഗ്ലീഷ് കടന്നുകയറ്റം, ഇംഗ്ലീഷ് കൾച്ചറിന്റെ, ഇംഗ്ലീഷ് സംസ്കാരത്തിന്റെ കടന്നുകയറ്റത്തെ തടയാനും അവർ ശ്രമിച്ചു. ഓക്കെ, അങ്ങനെ അത് എന്താ ബാക്കി പറയണേ? they try to reform Indian society, language, art and literature. അവർ ഇന്ത്യൻ സമൂഹത്തെ ഉടച്ചു വാർക്കാൻ ശ്രമിച്ചു, ഇന്ത്യൻ ഭാഷകളെ ഉടച്ചു വാർക്കാൻ ശ്രമിച്ചു, ഇന്ത്യയിലെ കലകളെ ഉടച്ചു വാർക്കാൻ ശ്രമിച്ചു, അതുപോലെ ഇന്ത്യൻ സംസ്കാരത്തെ അല്ലെങ്കിൽ
സാംസ്കാരിക രംഗം ലിറ്ററേച്ചർ രംഗത്തെയും ഉടച്ചു വാർക്കാനായി ഇന്ത്യക്കാർ ശ്രമിച്ചു. ഓക്കെ, ഇറ്റ് മോട്ടിവേറ്റഡ് ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ഇനീക്വാലിറ്റീസ് ആൻഡ് വയലേഷൻ ഓഫ് റൈറ്റ് ക്രിയേറ്റഡ് എ സെൻസ് ഓഫ് യൂണിറ്റി അമംഗ് ദി പീപ്പിൾ. അങ്ങനെ ഇത്തരത്തിൽ സമൂഹത്തിൽ നാനാഭാഗങ്ങളിലും ഇന്ത്യക്കാരുടേതായ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യക്കാർക്ക് എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുകയും അങ്ങനെ അവർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം ഉണ്ടാവുകയും ചെയ്തു. ഇന്ത്യക്കാർക്കിടയിലുള്ള ഒരു ഐക്യബോധം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലാണ് ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ച രീതിയിലല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയെ സ്വാധീനിച്ചത്, അത് ഇത്തരത്തിലായിരുന്നു സ്വാധീനിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇത്തരത്തിൽ അത് എഴുതാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോഴും കാണാപ്പാഠം പഠിക്കണം, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമല്ല, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാം ടെസ്റ്റിംഗ് ചോദ്യം വരും. ടെസ്റ്റിംഗ് ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഇത്തരത്തിലൊരു ടെസ്റ്റിംഗ് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ അത് ഫുള്ള് കാണാപ്പാഠം പഠിച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ ആ പാരഗ്രാഫ് തന്നെ അങ്ങനെ തന്നെ ഇതേപോലെ കാണാപ്പാഠം പഠിക്കാന്ന് പറഞ്ഞാൽ അത് നടക്കുന്നതല്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ആശയം നിങ്ങളുള്ളിലേക്ക് കയറ്റിയെടുക്കുക, ആ ആശയം വികസിപ്പിച്ച് അങ്ങോട്ട് എഴുതുക, ആ ഐഡിയ വികസിപ്പിച്ച് അങ്ങോട്ട് എഴുതുക. ഇത്രയേ ഉള്ളൂടാ, സിമ്പിളാണ്. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇതൊരു 2 മാർക്കിനാണ് അന്ന് ചോദിച്ചത്. 2 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഒരു തവണ പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണിത്. അപ്പോൾ ഒരു 2 മാർക്ക് നമുക്ക് അങ്ങനെ കളയേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ 2 മാർക്ക് നമുക്ക് മേടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തതാടാ നോക്കിയേ, അടുത്ത 2 മാർക്കിന്റെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്തായാലും പരീക്ഷയ്ക്ക് കാലങ്ങളായിട്ട് മാറി മറിച്ചും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി മുതലുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് പഠിക്കുക, മര്യാദക്ക് പഠിക്കുക, ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് ചോദിച്ചേക്കുന്ന ചോദ്യങ്ങളാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കാം, സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് ഓഫ് 19th century ഫങ്ഷൻ വിത്ത് 2 main objectives which are they. അഥവാ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് 2 ലക്ഷ്യങ്ങളോട് കൂടിയാണ്. അതെന്തെല്ലാം? അതായത് ഇന്ത്യയിലെ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ്, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം, എയിംസ് എന്തെല്ലാം, ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാം. ഇംഗ്ലീഷ് മീഡിയത്തിനാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്നോ എയിംസ് എന്നോ ചോദിക്കും, മറക്കരുത്. മലയാളം മീഡിയത്തിന് ലക്ഷ്യങ്ങൾ എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അവ 2 എണ്ണമാണ്. ഒന്നാമത്തതാണ് നോക്കിയടാ, to eradicate evils and superstitions that existed in Indian society. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുക അല്ലെങ്കിൽ എതിർക്കുക. ഇന്ത്യയിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എതിർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തതാണ് to ensure equal civil rights to education, travel and dress code. വിദ്യാഭ്യാസം നേടാനും യാത്ര ചെയ്യാനും വസ്ത്രം ധരിക്കാനും തുല്യാവകാശം നേടിയെടുക്കുക. എന്തിനൊക്കെയാ? വിദ്യാഭ്യാസം നേടാനും യാത്ര ചെയ്യാനും വസ്ത്രം ധരിക്കാനും തുല്യാവകാശം നേടിയെടുക്കുക. ഈ പറഞ്ഞ 2 ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആടാ. 2 മാർക്കിന് പലപ്പോഴായി SSLCക്ക് ആയാലും മോഡലിനായാലും അതല്ലാതെ ക്രിസ്മസ് എക്സാമിനായാലും മാറി മാറി ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് അത് വിട്ടുകളയാതെ പഠിച്ചേക്കാം. ഈ ഒരു ചോദ്യം വിട്ടുകളയാതെ തന്നെ എന്ത് ചെയ്തേക്കാം, പഠിച്ചു വെച്ചേക്കാം. അതുപോലെ തന്നെ ഈ സോഷ്യൽ റീഫോമേഴ്സിന് അറിയാമായിരുന്നു ഇന്ത്യയിലെ സാമൂഹിക സ്ഥിതി വെച്ചിട്ട് പെട്ടെന്നൊന്നും അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ സമൂഹത്തെ പരിഷ്കരിക്കാനായി അവർ കുറച്ച് പ്രൊപ്പോസൽസ് മുന്നോട്ടേക്ക് വെച്ചു. അതെന്തെല്ലാമാണ് ചോദിക്കും. ഇതാണ് ചോദ്യം. What are the proposals put forward by social reformers to bring about fundamental changes in the society? ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് സാമൂഹിക പരിഷ്കർത്താക്കൾ മുന്നോട്ടേക്ക് വെച്ച ആവശ്യങ്ങൾ എന്തെല്ലാം, അത് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ എന്താടാ, ഇറാഡിക്കേറ്റ് കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയെ നിർമാർജനം ചെയ്യുക, ഇല്ലാതാക്കുക. നിർമാർജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക. പ്രൊട്ടക്ട് ദി റൈറ്റ് ഓഫ് ഓൾ. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക. പ്രൊട്ടക്ട് ദി റൈറ്റ് ഓഫ് ഓൾ. എല്ലാ വിഭാഗം, താഴ്ന്ന ജാതിക്കാരാവട്ടെ ഉയർന്ന ജാതിക്കാരാവട്ടെ കറുത്തവനാവട്ടെ വെളുത്തവനാവട്ടെ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും എന്ത് സംരക്ഷിക്കണം? അവകാശങ്ങൾ സംരക്ഷിക്കണം. അടുത്തത് എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ. സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിവേചനങ്ങൾ അവസാനിപ്പിക്കുക. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഓൾ. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുക. പ്രൊമോട്ട് വിഡോ റീമാരേജ്. വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക. പണ്ടത്തെ കാലത്ത് വിധവകളായ സ്ത്രീകൾ വീണ്ടും കല്യാണം കഴിക്കുന്ന പതിവുണ്ടായില്ല. അപ്പോൾ ആ സിസ്റ്റം നടപ്പിലാക്കുക. വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക. അടുത്താണ് അബോളിഷ് ചൈൽഡ് മാരേജ് ആൻഡ് എലിമിനേറ്റ് സുപ്രമസി ഓഫ് ക്ലർജി. ശൈശവ വിവാഹം, ശിശു വിവാഹം. അന്ന് കുഞ്ഞിക്കുട്ടികളെ കൊച്ചായിരിക്കുമ്പോൾ തന്നെ 12-13 വയസ്സുള്ളപ്പോൾ തന്നെ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? കെട്ടിച്ചു വിടുമായിരുന്നു. അപ്പോൾ ആ ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം എന്ത് ചെയ്യണം? ഒഴിവാക്കണം, ഇല്ലാതാക്കണം, നിർത്തലാക്കണം.
അതുപോലെ എലിമെന്റ് സൂപ്പർമെസി ഓഫ് ക്ലർജി, ഈ പുരോഹിതന്മാർക്ക് സമൂഹത്തിൽ ഒരു അപ്പർ ഹാൻഡ് എപ്പോഴും ഉണ്ടായിരുന്നു. ആ മേധാവിത്വം, സമൂഹത്തിലെ പുരോഹിതന്മാർക്കുള്ള മേധാവിത്വം അവസാനിപ്പിക്കണമെന്നും അവരെന്ത് ചെയ്തു, അവരുടെ നിർദ്ദേശങ്ങളായിട്ട് മുന്നോട്ടേക്ക് വെച്ചു. അപ്പോൾ ഇതൊരു 4 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് 4 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ല. ഒരു 5 പോയിന്റ് എങ്കിലും ചുരുങ്ങിയത് പഠിക്കണം. മൊത്തം 6 പോയിന്റ് ആണുള്ളത്. ഒരു 5 പോയിന്റ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് എന്തായാലും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ അല്ലേടാ? അടുത്ത ഷുവർ ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അവർ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ പാഠത്തിൽ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്ന ആൾക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒരു ക്വസ്റ്റ്യനും ഇല്ലാതിരുന്നിട്ടില്ല. രാജാറാം മോഹൻ റോയെ പറ്റി പറയാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാവാതിരുന്നിട്ടില്ല. അപ്പോൾ എല്ലാ പേപ്പറിലും രാജാറാം മോഹൻ റോയിനെ പറ്റി ചോദിക്കും. അതുകൊണ്ട് രാജാറാം മോഹൻ റോയ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, ഫസ്റ്റ് പേഴ്സൺ who strived for the modernization of Indian society. ഇന്ത്യൻ സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടി വാദിച്ച ആദ്യത്തെ വ്യക്തിയാണ് മക്കളെ ആര്, രാജാറാം മോഹൻ റോയ്. അതുകൊണ്ടൊക്കെ തന്നെ രാജാറാം മോഹൻ റോയിനെ ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സിന്റെ പിതാവ്, ഫാദർ ആയിട്ടൊക്കെ വിളിക്കാറുണ്ട്. അതൊക്കെ ടെക്സ്റ്റ് ബുക്കിലില്ല, എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പോയിന്റ് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്താൽ ടീച്ചർമാരെ മാർക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മേടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സമൂഹത്തെ ആധുനികവൽക്കരിക്കാൻ വേണ്ടി വാദിച്ച ആദ്യത്തെ വ്യക്തിയാണ് മക്കളെ ആര്, രാജാറാം മോഹൻ റോയ്. ഹി ഒപ്പോസ്ഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് സതി. രാജാറാം മോഹൻ റോയ് എന്തിനൊക്കെയാണ് എതിർത്തത്? ജാതി വ്യവസ്ഥയെയും എതിർത്തു, സതിയെയും എതിർത്തു. എന്തിനൊക്കെ എതിർത്തടാ? ജാതി വ്യവസ്ഥയെയും എതിർത്തു, സതിയെയും എതിർത്തു. അടുത്തതാണ് എസ്റ്റാബ്ലിഷ്ഡ് ബ്രഹ്മസമാജ് ഇൻ ബംഗാൾ. ആള് കൊണ്ടുവന്ന സ്ഥാപനമാണ് ബ്രഹ്മസമാജം. നമ്മുടെ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സ്ഥാപനമാണ് ബ്രഹ്മസമാജം. ഈ ബ്രഹ്മസമാജം ആൾ എവിടെയാ സ്ഥാപിച്ചത്? ബംഗാളിലാണ് സ്ഥാപിച്ചത്. എവിടെയാണ് സ്ഥാപിച്ചത്? ബംഗാളിലാണ് സ്ഥാപിച്ചത്. അടുത്തത് പ്രൊപ്പഗേറ്റഡ് ഐഡിയ ഓഫ് യൂണിഫൈഡ് ഇന്ത്യൻ സൊസൈറ്റി. ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിച്ചു. ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം ആര് പ്രചരിപ്പിച്ച മക്കളെ? രാജാറാം മോഹൻ റോയ് പ്രചരിപ്പിച്ചു. ആര് പ്രചരിപ്പിച്ച മക്കളെ? രാജാറാം മോഹൻ റോയ് പ്രചരിപ്പിച്ചു. അടുത്തത് ഹി അഡ്വക്കേറ്റഡ് ഫോർ ദി റൈറ്റ് ഓഫ് വുമൺ ടു ഓൺ പ്രോപ്പർട്ടി. സ്ത്രീകൾക്ക് സ്വത്തിന് മീതെ അവകാശം നൽകണമെന്ന് ആര് വാദിച്ചു? രാജാറാം മോഹൻ റോയ് വാദിച്ചു. എന്നാൽ മാത്രമേ സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും ഉണ്ടാകുള്ളൂ എന്ന് വാദിച്ചത് ആരാ? രാജാറാം മോഹൻ റോയ. പണ്ട് സ്ത്രീകൾക്ക് സ്വത്തിന് മീതെ യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ പോലെ സ്വത്തിന് മീതെ സ്ത്രീകൾക്ക് അവകാശം കിട്ടി തുടങ്ങിയതും ആരുടെ കാരണമാ? രാജാറാം മോഹൻ റോയുടെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ രാജാറാം മോഹൻ റോയ് കൃത്യമായി പറഞ്ഞു, സ്ത്രീകൾക്ക് സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാകണമെങ്കിൽ അവർക്ക് എന്ത് വേണം? സ്വത്തിന് മീതെ അവകാശം നൽകണമെന്നും വാദിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ഇമ്പോർട്ടൻ്റ് ആണ്. രാജാറാം മോഹൻ റോയ് സ്ഥിരം ചോദ്യമാണ്, അതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറേ ഉണ്ടാവാറില്ല. അപ്പോൾ എന്ത് ചെയ്യണം? രാജാറാം മോഹൻ റോയ് ഷുവർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കൂ. അതൊരു 3 മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേടാ? അടുത്തതാണ്, യെസ്, ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പോകുന്നത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ നേതാക്കന്മാരുമാണ്. ഇങ്ങനെ ഒരു വലിയ ടേബിളാണ്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഇപ്പുറത്തെ ഒരു കോളം കൂടിയും കാണാം. ആ ഒരു കോളം തൽക്കാലത്തേക്ക് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. സാധാരണയായി പരീക്ഷയ്ക്ക് ആ ഒരു കോളത്തിൽ നിന്ന് ഒരു ചോദ്യവും ഉണ്ടാവാറില്ല. അത് നിങ്ങൾ വായിച്ച് മാത്രം വിട്ടാൽ മതി. വായിച്ചു വിടാം. കാരണം നമ്മുടെ ലാസ്റ്റ് പേപ്പറാണ്. അതിന് എന്തെങ്കിലും ഒരു ടെസ്റ്റിംഗ് ചോദ്യം വരുത്താണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരത് ഇടും. അതുകൊണ്ട് എന്ത് ചെയ്യുക? വായിച്ച് വിട്ടേക്കാം. ഒന്ന് വായിച്ചു വിടാം. അത്ര വലിയ സമയമൊന്നും വേണ്ടല്ലോ വായിച്ചു വിടാൻ. അതൊന്ന് ചുമ്മാ എന്ത് ചെയ്യുക? വായിച്ചു വിടാം. പഠിക്കാനിരിക്കുമ്പോൾ ആ ഒരു കോളം, അതായത് ലക്ഷ്യങ്ങളാണ് പറയുന്നത്, എയിംസ് ആണ് പറയുന്നത്, അതൊന്ന് എന്ത് ചെയ്യുക? ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ചുമ്മാ ഒന്ന് വായിച്ചു വിട്ടേക്കാം. അതതിൻ്റെ അപ്പുറത്തേക്ക് അധികം ചോദ്യം വരും. നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ നിന്ന് ചോദ്യം വരും. മാച്ച് ദി ഫോളോയിങ് ഷുവർ ആണ്. ഇതിൽ നിന്നൊരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. അപ്പോൾ അത് നമ്മൾ മാച്ച് ചെയ്യാൻ പഠിക്കണം. അത് നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടാവണം. അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും സാധനം കാണാപ്പാഠം പഠിക്കാൻ പറഞ്ഞാൽ എന്താ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും സാധനം കാണാപ്പാഠം പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെറുതാക്കാം. നമുക്ക് നോക്കിയടാ, ഈ ആദ്യത്തെ 4 എണ്ണം പഠിക്കാൻ ഞാനൊരു കോഡ് പറഞ്ഞുതരാം. ആദ്യത്തെ 4 എണ്ണം പഠിക്കാൻ മക്കളെ ഞാൻ എന്ത് പറഞ്ഞുതരാം? ഒരു കോഡ് പറഞ്ഞുതരാം. ഈ 4 എണ്ണം നമ്മൾ ഒരു കോഡ് ഉപയോഗിച്ചാണ് പഠിക്കാൻ പോണത്. ഈ 4 എണ്ണം നമ്മൾ പഠിക്കാൻ പോണത് ഒരു കോഡ് ഉപയോഗിച്ചാണ്. വേറെ എവിടെയും കിട്ടാത്ത കോഡ്, വിങ്സ് അക്കാദമിയുടെ ക്ലാസ്സിൽ മാത്രം കിട്ടുന്ന കോഡാണ്. അപ്പോൾ ആ കോഡ് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ 4 എണ്ണം നമ്മളവിടെ പഠിച്ച്, ഇനി ലാസ്റ്റത്തെ ആളിലേക്ക് നോക്കിയേ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, ശ്രീനാരായണ ഗുരു,
അതും നമുക്കറിയാം. അത് ഏതൊറക്കത്തിൽ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു ആണെന്ന്. അപ്പൊ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു 4 എണ്ണം പഠിച്ചാൽ മതി. നമുക്ക് ആകെ പഠിക്കാൻ 4 എണ്ണം ഉള്ളൂ. 4 എണ്ണം കോഡ് ഉപയോഗിച്ച് പഠിക്കും. ഒരെണ്ണം നമുക്കറിയാം. 4 എണ്ണം മാത്രം നമുക്ക് പുതിയതായിട്ട് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അപ്പോ ആ കോഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കോഡ് ഇതാണ്: അരേ രാമസ്വാമി, അരേ രാമസ്വാമി, അരേ രാമസ്വാമി അലിഖാന്റെ കൂടെ, അലിഖാന്റെ കൂടെ, അലിഖാന്റെ കൂടെ പ്രാർത്ഥിക്കാനായി, 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 പ്രാർത്ഥിക്കാനായി ആത്മരത്തിലേക്ക് പോയി, ആത്മരത്തിലേക്ക് പോയി, ആത്മരത്തിലേക്ക് പോയി. ആൽമരം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ആത്മരം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിനുള്ളത് പറയാം. ആത്മരത്തിലേക്ക് പോയി. ഓക്കെ. അപ്പോ ഇങ്ങനെ ഒരു കോഡ് കാണുമ്പോൾ നിങ്ങൾ അത് എഴുതി വെക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു കോഡ് എങ്ങനെയാണ് അതിലേക്ക് റിലേറ്റ് ചെയ്യാന്ന്, അല്ലെ? അതറിയാത്തവരായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക്, അല്ലെ? അപ്പൊ നമ്മൾ അടുത്ത പഠിക്കേണ്ടത് ഈ കോഡിനെ ആ ടേബിളിലേക്ക് റിലേറ്റ് ചെയ്യാനാണ്. ഈ കോഡിനെ ഈ ടേബിളിലേക്ക് റിലേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. നോക്കാം. ആദ്യത്തേതാണ് ആര്യ സമാജം, രണ്ടാമത്തതാണ് രാമകൃഷ്ണ മിഷൻ. ഒന്നാമത്തത് ആര്യ സമാജമാണെങ്കിൽ രണ്ടാമത്തത് രാമകൃഷ്ണ മിഷൻ ആണ്. അതാണ് അരേ രാമ. അരേ രാമ എന്ന് ഉദ്ദേശിക്കുന്നത് അരേ എന്ന് പറഞ്ഞാൽ ആര്യ സമാജവും രാമ എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണ മിഷനുമാണ്. അരേ എന്ന് പറഞ്ഞാൽ ആര്യ സമാജവും രാമ എന്ന് പറഞ്ഞാൽ രാമകൃഷ്ണ മിഷനുമാണ്. ഇനി അത് സ്ഥാപിച്ചത് ആരാണ് മക്കളെ? ഒന്ന് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്, ഒന്ന് സ്വാമി വിവേകാനന്ദനാണ്. രണ്ടും സ്ഥാപിച്ചത് സ്വാമിമാരാ. ആര്യ സമാജും രാമകൃഷ്ണ മിഷനും സ്ഥാപിച്ചത് സ്വാമിമാരാണ്. അപ്പോ നോക്കിയേ, അതാണ് സ്വാമി. അരേ രാമസ്വാമി, ആര്യകൃഷ്ണ മിഷൻ, ആര്യ സമാജ്, രാമകൃഷ്ണ മിഷൻ, സ്വാമിമാര്. ഇനി അതേത് സ്വാമിയാണെന്ന് പഠിക്കണം. അതിനകത്താണ് ആര്യ വന്ന സരസ്വതി ഉണ്ടാകും, ആര്യ വന്ന സരസ്വതി ഉണ്ടാകും. അപ്പൊ ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേ? രണ്ടെണ്ണം സിമ്പിൾ ആയിട്ട് പഠിച്ചില്ലേടാ മക്കളെ? അടുത്തതാടാ അലിഖാന്റെ കൂടെ. അലിഖാൻ, അലിഖാൻ. അലി എന്ന് പറഞ്ഞാൽ അലിഗട്ട് മൂവ്മെന്റ്, ഖാൻ എന്ന് പറഞ്ഞാൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലി എന്ന് പറഞ്ഞാൽ അലിഗട്ട് മൂവ്മെന്റ്, ഖാൻ എന്ന് പറഞ്ഞാൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പ്രാർത്ഥിക്കാനായി, അടുത്തത് പ്രാർത്ഥിക്കാനായാണ്. പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ സമാജ്, പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ സമാജം, പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനാ സമാജം. ആൽമരത്തിലേക്ക് പോയി. ആൽമരം ആത്മറാം പാണ്ഡുരംഗ്, ആൽമരം ആത്മറാം പാണ്ഡുരംഗ്. അപ്പൊ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് കഴിയും. അപ്പൊ നമ്മൾ 5 എണ്ണം ഓൾറെഡി പഠിച്ചു. ഈ 4 എണ്ണം കോഡ് ഉപയോഗിച്ച് പഠിച്ചു. ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് ഓൾറെഡി അറിയാം. 5 എണ്ണം പഠിച്ചു. ഇനി ഒരു 4 എണ്ണം ഏതാ? തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബെസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബെസന്റ്. അതിന് ഞാനൊക്കെ പഠിച്ച ഒരു കോഡ് തി ആനി, തി ആനി, തി ആനി, ആനി തി. അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കാം. തിയോസഫിക്കൽ സൊസൈറ്റി, ആനി ബെസന്റ്. അടുത്തത് ഹിതകാരണി സമാജ്, വീരേശലിംഗം, സത്യശോധക് സമാജ്, ജ്യോതിബ ഫൂലെ, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് അഥവാ സ്വാഭിമാന പ്രസ്ഥാനം, EV രാമസ്വാമി നായ്ക്കർ. അപ്പോ അതും കൂടി അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. ആ 4 എണ്ണം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കാണാപ്പാടം പഠിക്കാം, വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ 10 എണ്ണം പഠിക്കേണ്ടോർത്തുനിന്ന് നമ്മൾ 4 എണ്ണം നോക്കി കുറച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ട്രിക്കുകൾ. അപ്പൊ ഇത്തരം ട്രിക്കുകൾ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യാൻ ചില കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേടാ? അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. കാരണം ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. മാത്സ് ദി ഫോളോയിങ് ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പൊ മാത്സ് ദി ഫോളോയിങ് കിട്ടണമെങ്കിൽ ഇത് പഠിക്കണം. മാത്സ് ദി ഫോളോയിങ്ങിൽ 4 മാർക്ക് കിട്ടണമെങ്കിൽ മക്കളെ ഈ ടേബിൾ അങ്ങനെ തന്നെ പഠിക്കണം. ഈ 2 ടേബിൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 4 മാർക്ക് കിട്ടില്ല. അപ്പൊ അതെന്ത് ചെയ്യാ? നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. ഇനി British were forced to abolish many social evils that existed in India. Which are they? അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിരവധി അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും നിയമം കൊണ്ട് നിരോധിക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി. അതേതെല്ലാമാണെന്ന് ചോദിക്കും. ഇന്ത്യയിലെ അന്ധവിശ്വാസങ്ങൾ ബ്രിട്ടീഷുകാർ നിരോധിച്ചത് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ. ഒന്നാമത്തേതാടാ നോക്കിയേ, പ്രിവെന്റഡ് ദി മാരേജ് ഓഫ് ഗേൾസ് ബിലോ 12 years of age.
12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നിരോധിച്ചു. 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം എന്ത് ചെയ്തടാ? നിരോധിച്ചു. അടുത്തതാണ് ഫീമെയിൽ ഇൻഫാന്റിസൈഡ് നിരോധിച്ചു. പെൺ ശിശുഹത്യ. അന്ന് ജനിക്കുന്ന കുട്ടികള് പെൺകുട്ടിയാണെങ്കിൽ കൊന്നുകളയുന്ന സമ്പ്രദായം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, പ്രസവിക്കുന്ന കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അതിനെ കൊന്നുകളയുന്ന സമ്പ്രദായം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമ്പ്രദായം നിരോധിച്ചു. പെൺ ശിശുഹത്യ നിരോധിച്ചു. ഇനി അടിമത്വം നിരോധിച്ചു, സതി നിരോധിച്ചു. സ്ലൈവറി, സതി രണ്ടും ആണ്. സ്ലൈവറി, അടിമത്വം, സതി. സതി എന്താണെന്നറിയാ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ആത്മശാന്തിക്കായി ഭാര്യ ഭർത്താവിന്റെ ചിതയെ ചാടി ആത്മഹത്യ ചെയ്യുന്നതാണ് എന്ത്? സതി. ഈ രണ്ട് സമ്പ്രദായത്തെ നിരോധിച്ചു. അടിമത്വത്തെ നിരോധിച്ചു, സതിയെയും നിരോധിച്ചു. അപ്പൊ 4 നിരോധിച്ചത് പറഞ്ഞു. എന്തൊക്കെയാ? 12 വയസ്സിൽ താഴെ പെൺകുട്ടികളെ കല്യാണം നിരോധിച്ചു, പെൺ ശിശുഹത്യ നിരോധിച്ചു, സതി നിരോധിച്ചു, അടിമത്വം നിരോധിച്ചു. ഈ 4 സാധനങ്ങളാണ് അവർ എന്ത് ചെയ്തേക്കുന്നത്? നിരോധിച്ചേക്കുന്നത്. ഒപ്പം വേറൊരു സാധനം കൂടി നിരോധിച്ചിട്ടുണ്ട്. അതാണ് ചൈൽഡ് മാരേജ് ആൻഡ് പോളിഗമി. ചൈൽഡ് മാരേജ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാ. പോളിഗമി എന്താന്ന് പറഞ്ഞാൽ ബഹുഭാര്യത്വം. ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ ഒരാള് ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന സമ്പ്രദായം. ബഹുഭാര്യത്വം നിരോധിച്ചു. അതാണ് പോളിഗമി. അപ്പോ 5 കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാർ നിരോധിച്ചത്. ഒരു കാര്യം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. അതായിരുന്നു വിഡോ റീമാരേജ്. വിധവാ പുനർവിവാഹം നടപ്പിലാക്കി. ഭർത്താവ് മരിച്ചു കഴിഞ്ഞിരിക്കുന്ന ഭാര്യക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് വീണ്ടും കല്യാണം കഴിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ കൊടുത്തു. വിഡോ റീമാരേജ്, വിധവാ പുനർവിവാഹം ബ്രിട്ടീഷുകാര് നടപ്പിലാക്കി. അപ്പോൾ ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ് മക്കളെ ഇത്. ഇതും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വിട്ടുകളയാനായിട്ട് പാടില്ല. എന്തായാലും പഠിച്ചിട്ട് വേണം, ഇതുമേ പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? പരീക്ഷ ഹാളിലേക്കൊക്കെ പോവാനായിട്ട്. ഓക്കെ അല്ലേടാ? ഈ പാഠത്തിന് പഠിക്കുമ്പോൾ ഏറ്റവും ഷുവറായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് മക്കളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കഴിഞ്ഞ SSLCക്ക് വരെ ചോദിച്ചതാണ്. 3 മാർക്കിനും 4 മാർക്കിനും മാറി മാറി ചോദിക്കണം ചോദ്യം. 3 മാർക്കിനും 4 മാർക്കിനും പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കും. ഒരു തവണ 3 മാർക്കിന് ചോദിച്ചാൽ അടുത്ത തവണ 4 മാർക്കിന് ചോദിക്കും. അതിന്റെ അടുത്താണ് 3 മാർക്കിന് ചോദിക്കും. അങ്ങനെ 3 മാർക്കിനും 4 മാർക്കിനും മാറി മാറി ചോദിക്കുന്ന ചോദ്യമാണ് റോൾ ഓഫ് ന്യൂസ് പേപ്പർ. വർത്തമാന പത്രങ്ങളുടെ പങ്ക് എന്താണ്? ദേശീയത വളർത്തുന്നതിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഐക്യബോധം വളർത്തുന്നതില് വർത്തമാന പത്രങ്ങൾ അഥവാ ന്യൂസ് പേപ്പേഴ്സ് വഹിച്ച പങ്ക് എന്തെല്ലാമാണെന്ന് ചോദിക്കും. നോക്കിയടാ, ഈ ഇത്രയും പോയിന്റ് പഠിച്ചില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 4 പോയിന്റ് നിങ്ങൾ പഠിക്കണം. എല്ലാ പോയിന്റും പഠിച്ചില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 4 പോയിന്റ് ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? എന്തായാലും പഠിച്ചു വെക്കണം. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമതാണ് ഡിസെമിനേറ്റഡ് ദ ഇൻഫോർമേഷൻ ഓൺ മസാക്കേഴ്സ്, ഒപ്രഷൻ ആൻഡ് റെപ്രസീവ് റൂൾ ഇൻ വേരിയസ് പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടക്കുന്ന അടിച്ചമർത്തലിനെയും മർദ്ദക ഭരണത്തെയും കൂട്ടക്കൊലയെ പറ്റിയും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിവരം നൽകിക്കൊണ്ടിരുന്നു. അടുത്തത് എന്താടാ? പോപ്പുലറൈസ്ഡ് റീഫോർമേറ്റീവ് മൂവ്മെന്റ്സ് അഗേൻസ്റ്റ് സോഷ്യൽ ഈവിൽസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്. ഇന്ത്യയിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും നടക്കുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റി ജനങ്ങൾക്ക് വിവരം നൽകി. ഇവിടെ ഓരോ നേതാക്കന്മാർ നമ്മൾ നേരത്തെ പഠിച്ച ആ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റിയും അവരുടെ ലക്ഷ്യങ്ങളെ പറ്റിയും ജനങ്ങൾക്ക് എന്ത് കൊടുത്തുകൊണ്ടിരുന്നു? വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ഓക്കെ, അടുത്തത് motivated people to protest against the British rule and evils in Indian society. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ഇന്ത്യയെ ചൂഷണം ചെയ്യുന്ന ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും പോരാടാൻ ജനങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുത്തു. ജനങ്ങൾക്ക് പത്രങ്ങൾ വായിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനും ഇന്ത്യയിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടാനും ഒരു മോട്ടിവേഷൻ ജനങ്ങൾക്ക് കിട്ടിയത് എവിടെന്നാ? ഈ ന്യൂസ് പേപ്പറുകളിൽ നിന്നാണ്. ഓക്കെ, അടുത്തത് kept abreast of global agitations for freedom, democracy, equality. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സമത്വത്തിനും വേണ്ടി നടക്കുന്ന സമരങ്ങളെ പറ്റി ജനങ്ങൾക്ക് വിവരം കൊടുത്തുകൊണ്ടിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യം കിട്ടാനായാലും ജനാധിപത്യ ഭരണം സ്ഥാപിക്കാനായാലും ഈ പറഞ്ഞതുപോലെ സമത്വം സ്ഥാപിക്കാനായാലും സമത്വത്തിന് വേണ്ടിയിട്ടും പല പല സമരങ്ങൾ നടക്കുന്നുണ്ടായി. ആ സമരങ്ങളെ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് വ്യക്തമായ വിവരം കൊടുത്തുകൊണ്ടിരുന്നത് ആരാ? അന്നത്തെ പത്രങ്ങളാണ്, അന്നത്തെ ന്യൂസ് പേപ്പേഴ്സ് ആണ്. അടുത്തത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ചൂഷണത്തെ പറ്റി. നമ്മൾ ദാദാഭായ് നവറോജി പറഞ്ഞ ഡ്രെയിൻ തിയറി ഒക്കെ പഠിച്ചതാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണമാണ് നമ്മൾ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്നത്, നമ്മൾ സാമ്പത്തികമായിട്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ബ്രിട്ടീഷ് ഭരണത്തിലൂടെയാണെന്നൊക്കെ ദാദാഭായ് നവറോജി പറഞ്ഞതാണ്. ആ സംഭവം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതും ആരാടാ മക്കളെ? ന്യൂസ് പേപ്പേഴ്സ് ആണ്, വർത്തമാന പത്രങ്ങളാണ്. ഏറ്റവും അവസാനത്തതാണ് പ്ലേഗ്, അതുപോലെ ക്ഷാമം, ഫെമൈൻ പോലെയുള്ള പകർച്ചവ്യാധികളും ബുദ്ധിമുട്ടുകളും മൂലം ഇന്ത്യക്കാർ മരിക്കുന്നതും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുരിതവും എന്താണെന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതെല്ലാമായി
എന്തായിരുന്നു ന്യൂസ് പേപ്പേഴ്സിന്റെ റോള് അഥവാ വർത്തമാന പത്രങ്ങളുടെ പങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ട് പഠിക്കുക. ഇത് പഠിക്കുക. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 3 മുതൽ 4 മാർക്കിന് മാറിയും മറിച്ചും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അടുത്തത് വിദ്യാഭ്യാസത്തെ പറ്റിയാണ്. എടാ മക്കളെ, ഇനി നമുക്ക് 3 essay ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. എഡ്യൂക്കേഷൻ, ലിറ്ററേച്ചർ, ആർട്ട്. ഇത് 3ഉം essay ആയിട്ട് മാറിയും മറിച്ചും ചോദിക്കാം. ചിലപ്പോൾ അത് എല്ലാം അങ്ങനെ തന്നെ ചോദിക്കണം എന്നില്ല. ചിലപ്പോൾ ഇതിനകത്തുള്ള ഏതെങ്കിലും സാധനത്തെ എടുത്തു ചോദിക്കും. അതുകൊണ്ട് ആദ്യം നമ്മൾ എഡ്യൂക്കേഷൻ പഠിക്കുന്നു. എഡ്യൂക്കേഷനിൽ പല യൂണിവേഴ്സിറ്റികളുടെ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്ന് എന്താന്ന് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാം. ആദ്യം പഠിക്കാനുള്ളത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആണ്. ഇത് സ്ഥാപിക്കുന്നത് 1884 1884 പൂനെയിലാണ് സ്ഥാപിക്കുന്നത്. സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നിട്ടാ? GG അഗാക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ് ഗോവിന്ദ റാനഡെ അഥവാ MG റാനഡെ എന്നും പറയും. മഹാദേവ് ഗോവിന്ദ റാനഡയെ MG റാനഡെ എന്നും ഷോർട്ടാക്കി പറയും. അപ്പോ 3 പേര് ചേർന്ന് സ്ഥാപിച്ചത് ആരൊക്കെയാ? അഗാക്കർ, തിലക്, റാനഡെ. ആരൊക്കെയാടാ? അഗാക്കർ, തിലക്, റാനഡെ എന്നാ സ്ഥാപിക്കുന്നത് 1884 എവിടെയാ സ്ഥാപിക്കുന്നത്? പൂനെയിലാണ് സ്ഥാപിക്കുന്നത്. ഓക്കെ. ഇനി the founders were well aware that education was inevitable in the socio-economic and cultural progress of the country. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികപരമായിട്ടും രാജ്യത്ത് പുരോഗതി ഉണ്ടാവുള്ളൂ എന്ന് ഇതിന്റെ സ്ഥാപകരായ 3 പേർക്കും അറിയാമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്ത്യയിൽ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആരംഭിച്ച ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നടാ മക്കളെ ഏത്? ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ഓക്കെ. അടുത്തതാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി അഥവാ വിശ്വഭാരതി സർവകലാശാല. ഇത് കൊണ്ടുവന്നത് ആരാടാ മക്കളെ? ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ ആണ്. എവിടെയാ സ്ഥാപിച്ചത്? ബംഗാളിലാണ് സ്ഥാപിച്ചത്. എവിടെയാ സ്ഥാപിച്ചതാ? ബംഗാളിലാണ് സ്ഥാപിച്ചത്. ഇത് എന്തിനാ പ്രാധാന്യം കൊടുത്തത്? യൂണിവേഴ്സൽ ബ്രദർഹുഡ്, അന്തർദേശീയ സാഹോദര്യത്തിനാ പ്രാധാന്യം കൊടുത്തത്. ആരെയും തല്ലാനും കൊല്ലാനും അല്ല, അന്തർദേശീയ സാഹോദര്യം എന്ന ആശയത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു സർവകലാശാലയായിരുന്നടാ ഏത് സർവകലാശാല? വിശ്വഭാരതി സർവകലാശാല. ഓക്കെ. ഇനി ടാഗോർ അവിടെ കൊണ്ടുവന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയായിരുന്നു? ദാറ്റ് വുഡ് ബ്രിഡ്ജ് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കൾച്ചർ. എന്താ? പാശ്ചാത്യ സംസ്കാരവും കിഴക്കൻ സംസ്കാരവും ബ്രിട്ടീഷുകാരുടെ സംസ്കാരവും നമ്മുടെ ഇന്ത്യൻ സംസ്കാരവും വിദ്യാഭ്യാസ രീതിയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ക്ലബ്ബ് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടാണ് ആര് പഠിപ്പിച്ചത്? വിശ്വഭാരതി സർവകലാശാലയെ വിദ്യാഭ്യാസ രീതി. അപ്പോൾ എല്ലാം ഉണ്ട്. വെസ്റ്റേൺ കൾച്ചറും ഉണ്ട്, ഈസ്റ്റേൺ കൾച്ചറും ഉണ്ട്. ഒന്നിനെയും ഒഴിവാക്കിയിട്ടില്ല, രണ്ടിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പഠിപ്പിച്ചതാണ് ഇവിടെ വിശ്വഭാരതി സർവകലാശാല. അപ്പോൾ അതുകൂടി നോക്കി വെക്കാം. ഇനി അടുത്തതാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. സ്ഥാപിക്കുന്നത് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി. ഈ 4 പേര് ചേർന്ന ടീം രൂപീകരിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് മക്കളെ ഏത്? ജാമിയ മില്ലിയ ഇസ്ലാമിയ. ആരൊക്കെയാ സ്ഥാപിച്ചത്? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി. ഓക്കെ. ഇനി ഈ MA അൻസാരി ഇത് തുടങ്ങുന്നത് എവിടെയാ? ഇവരൊക്കെ ചേർന്ന് തുടങ്ങുന്നത് എവിടെയാ? അലിഗട്ടിലാ. ഈ ടീം ഇത് തുടങ്ങുന്നത് ജാമിയ മില്ലിയ ഇസ്ലാമിയ തുടങ്ങുന്നത് എവിടെയാണ് മക്കളെ? അലിഗട്ടിലാണ്. പേര് കേൾക്കുമ്പോൾ ഒരു മതവുമായി ബന്ധപ്പെട്ട് തോന്നുമെങ്കിലും ഇവരുടെ സെക്യുലർ എഡ്യൂക്കേഷനാണ് പ്രാധാന്യം കൊടുത്തത്. മതേതര വിദ്യാഭ്യാസം. ഒരു മതത്തെ പറ്റിയും ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ അവർ പഠിപ്പിച്ചില്ല. അവർ മതേതര വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തത്. ദേശീയ സമരം ശക്തിപ്പെടുത്താനായി മതേതര വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തവരാണ് ആര്? ജാമിയ മില്ലിയ ഇസ്ലാമിയ സ്ഥാപിച്ച സ്ഥാപക നേതാക്കന്മാര്. ഇനി ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തിലെ കടന്നുകയറ്റം മാത്രം തടയാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, കലയിലെ കടന്നുകയറ്റം തടയാനും ഇന്ത്യയിൽ ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ത്യയിൽ സ്ഥാപിച്ച ഒരു കലാക്ഷേത്രമാണ് നമ്മുടെ കേരളത്തിലുള്ള കേരള കലാമണ്ഡലം. കലകളിലെ കടന്നുകയറ്റം തടയാൻ വേണ്ടി ഇന്ത്യയിലെ ട്രഡീഷണൽ ആർട്സിലെ കടന്നുകയറ്റം, ബ്രിട്ടീഷ് കടന്നുകയറ്റം തടയാൻ വേണ്ടി സ്ഥാപിച്ചതാണ് ഏത്? കേരള കലാമണ്ഡലം. ആരാ സ്ഥാപിച്ചത്? മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് സ്ഥാപിച്ചത്. എവിടെയാ സ്ഥാപിച്ചത്? ചെറുതുരുത്തിയിലാണ്. തൃശ്ശൂരിലെ ചെറുതുരുത്തിയിലാണ് സ്ഥാപിച്ചത്. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിൽ സ്ഥാപിച്ചതാണ് ഏത്? കേരള കലാമണ്ഡലം. ആരാ സ്ഥാപിച്ചത്? മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് സ്ഥാപിച്ചത്. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇന്ത്യയിലെ കൾച്ചറിന്മേലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ സംസ്കാരത്തിന് മേലെയുള്ള ട്രഡീഷണൽ ആർട്സിന് മീതെയുള്ള കടന്നുകയറ്റം തടയാൻ വേണ്ടി സ്ഥാപിച്ച സ്ഥാപനമാണ് ഏത്? കേരള കലാമണ്ഡലം. ഓക്കെ. ഇനി ഇവിടെ നിന്ന് എപ്പോഴും എടുത്തു ചോദിക്കുന്ന ഒരു പദ്ധതിയാണ് വാർധാ വിദ്യാഭ്യാസ പദ്ധതി അഥവാ വാർധാ എഡ്യൂക്കേഷൻ പ്ലാൻ.
ഗാന്ധിജി മുന്നോട്ടേക്ക് വെച്ചൊരു വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു മക്കളെ ഈ വാർധാ വിദ്യാഭ്യാസ പദ്ധതി. 1937 ഗാന്ധിജി വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ടേക്ക് വെക്കുന്നത്. എന്നാടാ 1937 ഗാന്ധിജി മുന്നോട്ടേക്ക് വെച്ചൊരു വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു വാർധാ വിദ്യാഭ്യാസ പദ്ധതി. ഈ വാർധാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആയിരുന്നു, അഥവാ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. എന്താ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം? ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ കൂടി പഠിപ്പിക്കാം. ഓക്കെ, തിയറി മാത്രമല്ലാതെ എന്താണ് പ്രാക്ടിക്കൽസ് കൂടി പഠിപ്പിക്കാം. ആ ഒരു വിദ്യാഭ്യാസ രീതിയാണ് ആര് മുന്നോട്ടേക്ക് വെച്ചത്? മഹാത്മാഗാന്ധി മുന്നോട്ടേക്ക് വെച്ചത്. ഗാന്ധിജിയുടെ ശക്തമായ വിശ്വാസം എന്തായിരുന്നു? അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ ബ്രിട്ടീഷുകാരെ എതിർക്കാൻ കഴിയുള്ളൂ എന്നാണ് ഗാന്ധിജി വിചാരിച്ചിരുന്നത്. അപ്പോൾ ഗാന്ധി ശക്തമായി വിശ്വസിച്ചിരുന്നത് എന്താണ്? ഇങ്ങനെ തൊഴിൽ ചെയ്ത് പഠിച്ച് വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് ബ്രിട്ടീഷുകാരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. അപ്പോൾ അതിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ടേക്ക് വെച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് മക്കളെ ഏത് വിദ്യാഭ്യാസ പദ്ധതി? വാർധാ വിദ്യാഭ്യാസ പദ്ധതി അഥവാ വാർധാ എഡ്യൂക്കേഷൻ പ്ലാൻ. ഓക്കെ അല്ലേടാ? ഓക്കെ, അങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞു. അടുത്തതാണ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ആനന്ദമഠം എന്ന് പറയുന്ന നോവലിനെ പറ്റിയാണ്. ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ എഴുതി തയ്യാറാക്കിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആരാടാ മക്കളെ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അതെന്തിനെ പറ്റിയിട്ടാടാ? സന്യാസി റിവോൾട്ടിനെ പറ്റിയിട്ടാ. ബംഗാളി കർഷകർ നടത്തിയ സന്യാസി കലാപത്തെ പറ്റി എഴുതിയൊരു നോവലാടാ. ഏത് നോവല്? ആനന്ദമഠം എന്ന് പറയുന്ന നോവല്. ആ നോവൽ എന്താണ്? സാധാരണക്കാരും സമ്പന്നരും പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു നോവൽ ഏതായിരുന്നു മക്കളെ? നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം അഥവാ ആനന്ദമഠം എന്ന് പറയുന്ന നോവലായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം എടുത്തിട്ടുള്ളതും ഏത് നോവലിൽ നിന്നാ? നമ്മുടെ ആനന്ദമഠത്തിൽ നിന്നാണ്. നമ്മൾ എല്ലാവരും ചെറുപ്പം മുതലേ ചൊല്ലിയും കേട്ടും വളർന്നിരിക്കുന്ന വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഗാനം എടുത്തിട്ടുള്ളതും ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ്. ഓക്കെ, അടുത്തതാടാ നീൽ ദർപ്പൺ. നീൽ ദർപ്പണം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതൊരു നാടകമാണ്. ഈ നാടകം എഴുതിയത് ദീനബന്ധു മിത്രയാടാ മക്കളെ. അപ്പൊ നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകം എഴുതി തയ്യാറാക്കിയത് ആരാടാ? ദീനബന്ധു മിത്രയാണ്. ഇതിൽ ബംഗാളിലെ ഇൻഡിഗോ കർഷകർ അനുഭവിക്കുന്ന ദുരിതവും കഷ്ടപ്പാടുമാണ് പറയുന്നത്. ബംഗാളിലെ ഇൻഡിഗോ ഫാർമേഴ്സ്, ഇൻഡിഗോ കർഷകർ അനുഭവിക്കുന്ന ചൂഷണത്തെ കുറിച്ചും ദുരിതത്തെ പറ്റിയും കഷ്ടപ്പാടിനെ പറ്റിയും വിശദീകരിക്കുന്ന ഒരു നാടകമായിരുന്നടാ ഏത്? നീൽ ദർപ്പൺ. ഈ നീൽ ദർപ്പൺ ഒരുപാട് സ്ഥലത്ത് അവതരിപ്പിക്കപ്പെട്ടു. ഈ നീൽ ദർപ്പണിലെ അവസ്ഥകൾ പരിഹരിക്കാനായി സുരേന്ദ്രനാഥ് ബാനർജി കൊണ്ടുവന്ന ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ സംഘടന ഒരുപാട് ശ്രമങ്ങൾ നടത്തി. നീൽ ദർപ്പണിൽ പറഞ്ഞിരിക്കുന്ന കർഷകരുടെ ദുരിതവും ബുദ്ധിമുട്ടും പരിഹരിക്കാനായി സുരേന്ദ്രനാഥ് ബാനർജി കൊണ്ടുവന്ന ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ സംഘടന ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ നാടകമാണ് ഇന്ത്യയുടെ പല ഭാഗത്തും കർഷക സമരങ്ങൾക്ക് കാരണമായത്. ഇന്ത്യയുടെ പല ഭാഗത്തും കർഷക സമരങ്ങൾ ഉണ്ടായി വരാൻ കാരണമായത് ഈ പറഞ്ഞ നീൽ ദർപ്പൺ എന്ന് പറയുന്ന നാടകം തന്നെയായിരുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് ആർട്ട്. കലയിലേക്ക് പോവാം. കലയിലേക്ക് പോകുമ്പോൾ അബനീന്ദ്രനാഥ് ടാഗോർ ആണ് പെയിന്റിങ്ങിൽ, കലാരീതിയിൽ, ചിത്രരചനയിലുള്ള ബ്രിട്ടീഷ് കടന്നുകയറ്റം അവസാനിപ്പിക്കാൻ ശ്രമിച്ച ആദ്യത്തെ വ്യക്തി അബനീന്ദ്രനാഥ് ടാഗോർ ആണ്. അബനീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യൻ ആർട്ടിനെ, ഇന്ത്യൻ കലയെ പുകഴ്ത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി ആൾ സ്ഥാപിച്ച സ്ഥാപനമാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. കൽക്കട്ടയിൽ അബനീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച സ്ഥാപനമാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഓക്കെ, അതിൻ്റെയൊക്കെ ഭാഗമായി ഭാരതാമയുടെ വാട്ടർ കളർ ചിത്രവും ആര് വരച്ചിട്ടുണ്ടായി? അബനീന്ദ്രനാഥ് ടാഗോർ വരച്ചിട്ടുണ്ടായി. ഇനി മലയാളിയായിട്ടുള്ള രാജാ രവിവർമ്മ കേരളത്തിലെ ചരിത്രങ്ങളെ പറ്റിയും പുരാണങ്ങളിലെ കഥകളെ പറ്റിയും ഒക്കെ വരച്ച വ്യക്തിയാടാ മക്കളെ ആര്? നമ്മുടെ രാജാ രവിവർമ്മ. അതുപോലെ ഈ പറഞ്ഞ പുരാണങ്ങളെയും ചരിത്രങ്ങളെയും വരച്ചെടുത്ത വ്യക്തിയാണ് നന്ദലാൽ ബോസ്. ഈ നന്ദലാൽ ബോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണ് മക്കളെ സതി. നന്ദലാൽ ബോസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമാണ് ഏത്? സതി. സതി അനുഷ്ഠിക്കാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് സതി എന്ന് പറയുന്ന ചിത്രം. ആ ചിത്രത്തിൽ സ്ത്രീകളുടെ കഷ്ടപ്പാട് അല്ലെങ്കിൽ ആ സ്വന്തം ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന സ്ത്രീയുടെ മുഖത്തുണ്ടാകുന്ന വിഷമവും ടെൻഷനും വ്യാകുലതയും ആകുലതയും എല്ലാം ഉൾപ്പെടുത്തി വരച്ച ഒരു ചിത്രമായിരുന്നടാ ഏത്? സതി. ആ സതി എന്ന ചിത്രം സതിക്കെതിരെ പോരാടാൻ ജനങ്ങളെ ഒരുപാട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ നന്ദലാൽ ബോസിന്റെ അടുത്ത പ്രധാനപ്പെട്ട ചിത്രമായിരുന്നു വില്ലേജ് ഡ്രമ്മർ അഥവാ ഗ്രാമീണ ചെണ്ടക്കാരൻ. ഈ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ചിത്രം കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. 1938 കോൺഗ്രസ്
കോൺഗ്രസിന്റെ ഹരിപുര സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും പിന്നീട് കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതുപോലെ ഇത്തരത്തിൽ ചിത്രങ്ങൾ വരച്ച മറ്റൊരു ആർട്ടിസ്റ്റാണ് അമൃത ഷെർഗിൽ. ഒരു വുമൺ ആർട്ടിസ്റ്റാണ്. ഗ്രാമീണ ജനങ്ങളുടെ കഷ്ടപ്പാടിനെ വെളിച്ചം കുറഞ്ഞ ഇരുണ്ട നിറങ്ങളിൽ വരച്ചവതരിപ്പിച്ച വ്യക്തിയായിരുന്നു ആര്? അമൃത ഷെർഗിൽ. അതുപോലെ ഇന്ത്യയിൽ ദേശീയത വളർത്താൻ സഹായിച്ചത് ഇന്ത്യൻ പതാകക്ക് സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പതാക, ഇന്നീ കാണുന്ന ത്രിവർണ്ണ പതാക ആദ്യമായി അഡോപ്റ്റ് ചെയ്തത് സ്വദേശി സമര കാലഘട്ടത്തിലാണ്. ഈ സ്വദേശി സമര കാലഘട്ടത്തിലാണ് ത്രിവർണ്ണ പതാക ആദ്യമായി ഇന്ത്യൻ പതാകയാക്കി മാറ്റുന്നത്. അന്നത്തെ കാലത്ത് എന്താണ് മക്കളെ ശ്രദ്ധിച്ചേ? 8 ലോട്ടസ്, 8 താമരയും ഒരു ക്രസന്റ്, ചന്ദ്രക്കലയും അടങ്ങുന്നതായിരുന്നു എന്തടാ ഇന്ത്യയിലെ ആദ്യത്തെ പതാക എന്ന് പറയുന്നത്. ഈ 8 താമര എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന 8 പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ ക്രസന്റ്, ചന്ദ്രക്കല, ഹിന്ദു മുസ്ലിം ഐക്യത്തെ സൂചിപ്പിക്കുന്നതും ആയിരുന്നു. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചർക്കയോടുകൂടിയ നാഷണൽ ഫ്ലാഗ്. ത്രിവർണ്ണ പതാകയിൽ ചർക്ക കൊണ്ടുവന്ന് വെച്ചത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ദേശീയ പതാകക്ക് രൂപമാറ്റം സംഭവിച്ചു. പിന്നീട് ഇന്ത്യൻ പതാക, ഇന്ന് കാണുന്ന അശോക ചക്രത്തോടുള്ള പതാക ഒഫീഷ്യലി ഔദ്യോഗികമായി അംഗീകരിച്ചത് 1947 ഓക്കെ. ഇനി നമ്മൾ ഈ പാഠത്തിൽ എന്തായാലും നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തതാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ആരുടെ സമഫലമായിട്ടാണ് 1856 ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് അഥവാ ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം ബ്രിട്ടീഷുകാര് പാസ്സാക്കിയത്. അപ്പൊ അത് നോക്കാം. അതുപോലെ ശാരദ സദൻ എന്ന് പറയുന്ന സ്ത്രീകൾക്ക് പഠിക്കാനുള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രം തുടങ്ങിയത് പണ്ഡിത രമാഭായാണ്, ഓർത്തു വെച്ചേക്കുക. അതുപോലെ രാജാ റാമോഹൻ റോയ് കൊണ്ടുവന്ന ന്യൂസ് പേപ്പേഴ്സ് ആണ് മിറാത്തുൽ അക്ബറും സമ്പാദ് കൗമുദിയും എന്ന് ഓർത്തു വെക്കുക. അപ്പൊ രാജാ റാമോഹൻ റോയുടെ ന്യൂസ് പേപ്പർ പത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് മിറാത്തുൽ അക്ബർ ആണ്, ഒന്ന് സമ്പാദ് കൗമുദിയാണ്. മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷ, സമ്പാദ് കൗമുദി ബംഗാളിയിലുമാണ് അളച്ചടിച്ചിറക്കിയത്. ഇനി പ്രാദേശിക ഭാഷാ പത്ര നിയമം വെർണക്കുലാർ പ്രസ് ആക്ട് 1878 കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭുവാണ്. ഈ വെർണക്കുലാർ പ്രസ് ആക്ട് പ്രകാരം പ്രാദേശിക ഭാഷാ പത്ര നിയമ പ്രകാരം പ്രാദേശിക ഭാഷകളിൽ, റീജിയണൽ ലാംഗ്വേജുകളിൽ പത്രങ്ങൾ അച്ചടിച്ചിറക്കുന്നതിന് പരിമിതികൾ ഉണ്ടായിരുന്നു. അവസാനം ആ നിയമം ലിട്ടൺ പ്രഭുവിന് പിൻവലിക്കേണ്ടി വന്നു. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു കേരള കലാമണ്ഡലം വള്ളത്തോൾ നാരായണ മേനോനാണ്. അതുപോലെ സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്ന കവിത, ഉറുദു കവിത എഴുതിയതാര? അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. അതുപോലെ DK കാർവെയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല 1916 മഹാരാഷ്ട്രയിൽ വെച്ച് ആരംഭിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തായാലും നോക്കണ്ട ചെറിയ ചെറിയ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ തന്നേക്കുന്നത്. ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ചെറിയ പാഠമാണ്, നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചാൽ നിങ്ങൾക്ക് ആ ചാപ്റ്റർ ആകെ കൂടി പഠിക്കാൻ പറ്റും. സിമ്പിളായിട്ട് മാർക്കും മേടിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ അതെന്ത് ചെയ്യുക? നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം എന്ത് ചെയ്യുക? ആ കമന്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ നോട്ട് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ താഴെ കമന്റിൽ നമ്മുടെ ചാനൽ, നമ്മുടെ ഈ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലിന്റെ ലിങ്ക് ഇട്ട് വെച്ചേക്കാം. ആ ലിങ്കിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ചാപ്റ്ററിന്റെ നോട്ടൊക്കെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ബൈ.